ചിറകുള്ള പക്ഷി സ്വർണ്ണ ചിറകുള്ള പക്ഷി സുപ്രഭാത പക്ഷി ചുണ്ടിൽ ഉണർത്തു പാട്ടുമായി വന്നു സുപ്രഭാത പക്ഷി അവളുടെ കണ്ണിലെ വെളിച്ചം പ്രകൃതി കൈനീട്ടി വാങ്ങിടുമോ അവളുടെ കണ്ണിലെ വെളിച്ചം പ്രകൃതി കൈനീട്ടി വാങ്ങിടുമോ അവളുടെ ചിറകടി താളങ്ങൾ മണ്ണിൽ ചലനങ്ങളായിടുമോ അൻപിന്റെ അരുമ സംഗീതങ്ങൾ പാടാൻ അഞ്ജന കിളികൾ ഒരുമിക്കുമോ അമ്പേരുവേണ്ടി അവളെ ഇരുളിൻ സഞ്ചിയിലാക്കിടുമോ സ്വർണ്ണ ചിറകുള്ള പക്ഷി സുപ്രഭാത പക്ഷി ചുണ്ടിൽ ഉണർത്തു പാട്ടുമായി വന്നു സുപ്രഭാത പക്ഷി അവളുടെ ചുണ്ടിലെ കുങ്കുമമണിയാൻ ആകാശമൊരുങ്ങിടുമോ അവളുടെ ചുണ്ടിലെ കുങ്കുമമണിയാൻ ആകാശമൊരുങ്ങിടുമോ ആ കുങ്കുമത്തിൻ അരുണിമ പൂക്കൾ ആധരത്തിൽ സൂക്ഷിക്കുമോ ായി ആളിപ്പടർന്നത് കുരുതിക്കൊരുങ്ങിടുമോ സ്വർണ്ണ ചിറകുള്ള പക്ഷി സുപ്രഭാത പക്ഷി ചുണ്ടിൽ ഉണർത്തു പാട്ടുമായി വന്നു സുപ്രഭാത പക്ഷി സുപ്രഭാത പക്ഷി സുപ്രഭാത പക്ഷി നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ പേപ്പർ ഇങ്ങനെ വലിച്ചെറിയരുതെന്ന് മുറിക്കാത്തിട്ടാൽ എന്താ കയ്യിലെ വള ഊരി പോവും ഇങ്ങനെ എല്ലാ വീട്ടിലും അകത്തിടം പോയല്ലേ നേരം വെളുക്കും സാറേ വിളയല്ലേ വിളയല്ലേ എന്റെ രാജു ഇത് വല്ലതും മനസ്സിലാക്കാനുള്ള വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഉള്ള നേരത്തെ അവൻ വേറെ വല്ല പണിക്ക് പോയില്ലായിരുന്നോ രാവിലെ വെറുതെ അവന്റെ നേരെ മെക്കേട്ട് കയറാൻ നിൽക്കാതെ ഈ കാപ്പി അങ്ങ് കുടിച്ചേ ചേട്ടൻ എഴുന്നേറ്റില്ലേ പള്ളിയുറക്കം കഴിഞ്ഞിട്ടില്ല ചേട്ടത്തേമ്മ ഇളതരം കൊടുത്തിട്ടാ ചേട്ടൻ ഇങ്ങനെ ഭൂലോക കുഴപ്പനാകുന്നു എന്താ സുമി ഇത്? മനുഷ്യനൊന്ന് ഉറങ്ങാനും കൂടെ സമ്മതിക്കാണ്ട്. നല്ല ഉറക്കം തന്നെ മതി.
ഇനി എഴുന്നേൽക്കാൻ നോക്ക്. ദേ നേരെ ഉച്ചയാവാൻ പോന്നു. നല്ല കുട്ടിയല്ലേ, ഒന്ന് എഴുന്നേറ്റേ. രാവിലെ തന്നെ റൊമാൻസും കൊണ്ടുവരാതെ എന്റെ മോള് പോയി ഒരു ഗ്ലാസ് കാപ്പി എടുത്തിട്ട് വാ. ചേട്ടന്റെ പഴയ സ്വഭാവം ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. തല്ലുകൊടുത്തും തട്ടിപ്പറയും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലടാ മോനെ. അയ്യേ, എഴുന്നേറ്റ പാടെ പല്ല് തേച്ചില്ലെന്നതോ പോട്ടെ, മുഖം പോലും കഴുകാതെ കാപ്പ് കുടിക്കുക. ഈറ്റ മാറ്റി ഉണങ്ങിയിരിക്കുന്ന മുഖത്ത് അറക്കില്ലല്ലോ മനുഷ്യനെ. ഓ, ഞാനങ്ങ് സഹിച്ചു സാറേ. ചേട്ടത്തെ വേണം സമ്മതിക്കാൻ ഈ വൃത്തിയോടൊക്കെ വെച്ച് പൊറപ്പിക്കുന്നതിന്. എന്റെ പൊന്നനിയ, ഞാൻ തോറ്റു സുല്ലുപാടിയ കേസാണിത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക് ഇതും പറഞ്ഞ് 2 മാസം അവള് സത്യാഗ്രഹം നടത്തി. എന്നിട്ട് നടക്കാത്ത കാര്യമാണ് ഇനിയിപ്പോ നീ. നന്നാകുകയെന്ന് സ്വയം തലയിലെഴുതി വെച്ചവരോട് നമ്മളെന്തോ പറയാനല്ലേ ചേട്ടത്തി? ഒന്നുകൂടി. അയ്യോ മതി ചേട്ടത്തി, മതി. എന്റെ പൊന്നി ചേട്ടാ, ആവശ്യത്തിന് നല്ല ഒന്നാം തന്നെ ചമ്മന്തി ഇവിടെ ഉണ്ട്. വായും തെറിപ്പിക്കുക, ഒന്നിച്ചിരി മാറിയിരുന്നേ പ്ലീസ്. എന്റെ അനുജന് മറ്റെന്തൊക്കെയാണെങ്കിലും നല്ല നർമ്മബോധമുണ്ട്. അത് സമ്മതിച്ചേ പറ്റൂ. ഇല്ല സുമി? ഇങ്ങനെ ഒരു തമാശക്കാരൻ ഒന്ന് ഇക്കളിയാക്കിയ മോനെ, ചിരിക്കട്ടെ. പരമ ബോറായിട്ടുണ്ട് കേട്ടോ. വലിയ ചാർലി ചാപ്പിളിനാണെന്നാ ഭാവം. വാരി വാരി ചേട്ടന്റെ അരഞ്ഞാണച്ചേറെ പിടിച്ച് വലിക്കാതെ. നല്ലവണ്ണം തുപ്പലോട്ട് മായ്ക്കേട്ടാ, ഇല്ലെങ്കിൽ എഴുതിയ കണക്കങ്ങനെ ഞാൻ കണ്ടുപോയാലോ. എടാടാ, നീ കളിയാക്കുകയൊന്നും വേണ്ട. നീ 1 മാസം മുനിസിപ്പൽ ഓഫീസിൽ പോയിരുന്ന് പണിയെടുത്താൽ ഉണ്ടാക്കുന്ന കാശാണ് ഞാൻ ഇത് 1 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നത്. ഈ നക്കാപ്പിച്ച ജോലിക്ക് പോകുന്ന നേരം കൊണ്ട് സ്വന്തമായിട്ട് വല്ല ലൈനും നോക്കാൻ പറഞ്ഞാൽ അതോട്ട് അവൻ കേൾക്കുകയില്ല. ആ, നഗരത്തെ ഉദ്ധരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച ജന്മമല്ലേ. വയ്ക്കോ. എന്റെ പൊന്നി ചേട്ടാ, എന്നെ എന്റെ പാട്ടിന് വിട്ടേരെ. കച്ചവടവും വെട്ടിപ്പിടുത്തൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. ഞാനായി എന്റെ കൊച്ചു ജോലിയായി, നമുക്കിത് മതിയേ മതി. നീ ഗുണം പിടിക്കണമെങ്കിൽ കേട്ടോ, ആദ്യം നിന്റെ ഈ അലക്കി തേച്ച സ്വഭാവം മാറ്റണം. പറ്റേ ഇങ്ങനെ ഒരു അപ്പാവി എന്റെ അച്ഛനെ എങ്ങനെ പിറന്നു എന്നാ എന്റെ. ഞാനൊരു കാര്യം പറയട്ടെ, രാജുവിനെ എപ്പോഴും എന്തിനിങ്ങനെ കളിയാക്കുന്നത്? അവൻ എന്റെ അനിയനായതുകൊണ്ട്. അവൻ ചിരിച്ചു കളിച്ച് നടന്നു എന്ന് വെച്ചേ എപ്പോഴും അങ്ങനെ ആകുമോ? തന്നോളം പോകുന്നവനെ താനായിട്ട് കരുതിയില്ലെങ്കിലേ. ഓ പിന്നെ അവനെന്റെ മൂക്കരിഞ്ഞോളെ. സുമി നോക്ക്, ഞാൻ അവനെ അല്ലാതെ പിന്നെ ആരെ കളിയാക്കാനാണ് മോളെ? നമുക്ക് അനുജനും മോനും എല്ലാമായിട്ട് അവനല്ലേ ഉള്ളൂ. ഇതേ കണ്ടോ, അപ്പോഴേക്ക് മുഖം വാടിയല്ലോ. മഴക്കാർ ഇരച്ചു കയറുന്ന പോലെ പെണ്ണുങ്ങളുടെ മുഖത്തും ഭാവം മാറുന്നെന്ന് ആരാ പറഞ്ഞത്? ആരായാലും സംഗതി ശരിയാ. നോക്ക്, കുട്ടികളില്ലെന്ന് കരുതി മുഖം വാട്ടി മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരുന്ന അതിന് പരിഹാരമാവും. മോളെ പോലെ വിഷമം എനിക്കുണ്ട്. എന്നിട്ടും എന്നെ കണ്ടില്ലേ, ചിരിച്ചു കളിച്ച് തമാശകൾ പറഞ്ഞിട്ട് ഇങ്ങനെ. എനിക്ക് താൻ, തനിക്ക് ഞാൻ, നമുക്ക് രാജു, അല്ലെങ്കിൽ എന്നെങ്കിലും അവനുണ്ടാകുന്ന കുഞ്ഞിന്. എടോ, ഉള്ളിൽ ഏറ്റവും നൊമ്പരം വെങ്ങി നിൽക്കുമ്പോഴാ തുറന്നു ചിരിക്കേണ്ടത്. ആ ചിരിക്കെ പിന്നുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റും. മോളൊന്ന് ചിരിച്ചേ. ചിരിച്ചേ. സാറിനോട് വേഗം തടിച്ചിപ്പയിലേക്ക് എല്ലാം മാനേജർ പറഞ്ഞു. പോക്കർ സാഹിപ്പോ അങ്ങനെ ആരാണ്ടോ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ ആ കാര്യം മറന്നു. സുമിയോട് പറഞ്ഞത് നീ അത് ഓർമ്മിപ്പിച്ചേ. അതെങ്ങനെയാ? വൈകിട്ട് വന്നാൽ സംസാരിക്കാൻ സാവകാശം ഉണ്ടായിട്ട് വേണ്ടേ? ഉടനെ കുപ്പിയെടുത്ത് നിരത്താൻ തുടങ്ങും. അയാൾ ഒരു വക മുരടനാണ്. വല്ല പട്ടാള ക്യാമ്പിലും മണിയടിക്കാൻ നടക്കേണ്ട കക്ഷിയാ. തറവാട്ട് കാര്യം പോലെ ആഫീസിലെ ഭരണം. നമ്മൾ ഇതൊക്കെ എത്ര കണ്ടതാ. സാറ് വിളിച്ചോ?
ആ ചെന്ന എസ്റ്റിമേറ്റ്സിന്റെ ഫയൽ ആയിരത്തോളം കൊണ്ടുവരാൻ പറയും. ശരി സാർ. പറയുമ്പോ മിസസ് തമ്മയ്ക്ക് വിഷമം തോന്നരുത്. എന്താണ് സാർ? നിങ്ങൾ വിവാഹം കഴിഞ്ഞൊരു കുടുംബിനിയല്ലേ, സംഗതി കൊളീഗ്സ് ഒക്കെ ആയിരിക്കും. എന്നാലും നിങ്ങളുടെ ചുറ്റും ആണുങ്ങൾ ഇങ്ങനെ കൂട്ടം കൂടിയെന്ന് വർത്തമാനം പറഞ്ഞു വന്നാൽ എന്തിനാണ് ഇതൊക്കെ അനുഭവിച്ചു കൊടുക്കുന്നത്? വെറുതെ ആളുകളെ കൊണ്ട് അതും പറയണോ? സാർ എന്താ ഈ പറയുന്നത്? ഞാനെന്ത് വല്ല ദുർമന്ത്രം ചെയ്തിരിക്കുന്നു? ഒരാളോട് എന്റെ ചുറ്റും കൂടാ ഞാൻ പറഞ്ഞതല്ല, പിന്നെ അവരങ്ങനെ വരുന്നതിന് ഞാനെന്ത് വിളിച്ചു? പിന്നെ കൂടെ പണിയെടുക്കുന്നവരല്ലേ, മുഷിഞ്ഞു വല്ലതും പറയാൻ ഒക്കുവോ? ശരി ശരി, ഫയൽ ചെയ്യാൻ നോക്കിക്കോളാം. നിങ്ങൾ പൊയ്ക്കോളൂ. ധൃതിയില്ല സാർ, ഫയൽ നോക്കുന്നവരെ ഞാനിവിടെ നിന്നോളാം. വേണ്ട, യു മേ ഗോ. ഹലോ രാജു. ഹലോ. ഹലോ, എന്താ രണ്ടുപേരുടെ? ചേടാ, ഒന്നല്ലേ ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് അല്ലേ? എന്താ നിന്നെ കാണാൻ നേരം കാലവും ഇല്ലെന്ന് നോക്കണോ? അതല്ലടാ, അവനിപ്പോ ഡ്യൂട്ടി സമയമാണ്. വെറുതെ സമയം മെനക്കെടുത്താതെ കാര്യം പറയുക, സ്ഥലം വിടുക, അതാ അതിന്റെ ശരി. അളിയ വന്ന കാര്യം പറഞ്ഞേക്കാം. ഇന്ന് നിന്റെ പിറന്നാളാണ്. ആഹാ, വൈകിട്ട് നമ്മുടെ കൊട്ടാരത്തിൽ ഒരു പാർട്ടി ഉണ്ട്, നീ വരണം. വൈകിട്ടോ? അതെ, വൈകിട്ട് തന്നെ. വന്നില്ലെങ്കിലുണ്ടല്ലോ കാലി ഞങ്ങൾ തല്ലി പിടിക്കും, പറഞ്ഞേക്കാം. അപ്പോ വൈകിട്ട് നമ്മൾ കാണുന്നു. ഓക്കെ. സംഗതി ഏറ്റെന്നാ തോന്നി. ഞാനല്ലേ അത് പ്രസന്റ് ചെയ്ത് കേൾക്കാതിരിക്കും. നമുക്കവനെ ഒന്ന് മാമോദിസ മുക്കണം, ഒരു 2 പെക്കെങ്കിലും കുടിപ്പിക്കണം, ഇല്ലെങ്കിൽ തലയിൽ ഒഴിക്കണം. അങ്ങനെ നമ്മുടെ കമ്പനിയിൽ ഒരു വെജിറ്റേറിയൻ വേണ്ടേ വേണ്ട. എത്ര നേരമാണ് ഞാൻ കാത്തിടാം. സംഗതി ഒക്കണ്ടേ? ഇതെവിടുന്ന് കിട്ടിയ എന്റെ നാണുമൂപ്പ? ആരാണ്ടോടുള്ള വാശിക്ക് പഴയത് മുഴുവൻ, അത് ചില്ലറ. ബാങ്കിൽ നിന്ന് കിട്ടിയതാ മുതലാളി. വന്നു വന്നിപ്പോ അവിടെ ഈ ഗതിയായി. അനിയന്റെ കാര്യം ഇപ്പോഴും അവർക്ക് വലിയ താല്പര്യമാണ്. ഇന്നും എന്നോട് ചോദിച്ചു. നടന്ന നല്ല കാര്യം മൂപ്പ, പക്ഷെ അവനെ കൊണ്ടൊന്ന് സമ്മതിപ്പിച്ചെടുക്കാനാ വലിയ പാട്. ഇതിനു മുമ്പ് എത്ര ആളുകൾ വന്നത്, എന്താ കാര്യം? അവനൊരു വട്ട് കേസാണ് നാണുമൂപ്പ. ലോകത്ത് മറ്റൊരു പുരുഷനെ കുറിച്ച് ധ്യാനിക്കുക പോലും ചെയ്യാത്ത പെണ്ണായിരിക്കണം എന്ന് വേണ്ട, അങ്ങനെ ഒരു 90,000 കണ്ടീഷൻ. എത്രയും വേഗം അവന്റെ കല്യാണം നടന്നു കാണണമെന്നുണ്ട് എനിക്ക്, പക്ഷെ അവനും കൂടെ തയ്യാറാവുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനൊരു ചെറുപ്പക്കാരനും എന്തായാലും ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചു നോക്ക്. അത്ര നല്ലൊരു ആലോചനയാണ്. ഹലോ. ഹാപ്പി റിട്ടേൺസ്. സോറി, ഞാൻ അല്പം ലേറ്റ് ആയിപ്പോയി. അല്ലെങ്കിലും താൻ എല്ലാ കാര്യത്തിലും ലേറ്റാ. തുടങ്ങിയില്ലേ? അല്ലെങ്കിൽ വന്നിട്ട് വേണ്ട കരുത്ത് വെട്ടാവുന്ന കാര്യം. വെട്ടളയാ? ഞാൻ ഒഴിക്കാം. ഇപ്പോഴാണോ നീ ആണായത്? നീ കുടിക്കുന്നില്ലേ? എടാ, നീയല്ല, നിന്റെ മുത്തപ്പൻ വിചാരിച്ചാൽ എന്നെ വെട്ടി വീഴ്ത്താൻ പറ്റില്ല. ഇന്ന് ബർത്ത്ഡേ എന്ന് പറഞ്ഞ എന്റെ പൊന്നവും വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ. ഒരാൾക്ക് ഒരു വർഷത്തിൽ എത്ര ബർത്ത്ഡേ കാണൂടാ മോനെ? ഇല്ലാത്ത ബർത്ത്ഡേക്ക് ക്ഷണിച്ചതിന്റെ മര്യാദകൾ ഞാനങ്ങ് ക്ഷമിച്ചു. വന്ന സ്ഥിതിക്കൊന്നും കുടിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവനാണ് ഞാനെന്ന് അറിഞ്ഞിട്ടും എന്നോട് വേണമായിരുന്നു മക്കളെ ഈ അഭ്യാസം. അളയാ, എന്റെ തീരുമാനങ്ങൾ ഞാൻ സ്വയം ഏറ്റെടുത്താണ്. അത് തിരുത്തണമെങ്കിലും ഞാൻ തന്നെ വിചാരിക്കണം. എനിവേ, ഹാവ് എ നൈസ് ടൈം. ഓടലയാ, സീ യു.
പച്ചക്കറി സ്വഭാവം കൊണ്ടേ നീ ഇങ്ങനെ നടന്നോ? അവസാനം കിട്ടുന്നത് നോൺ വെജിറ്റേറിയൻ ആയിരിക്കും. അത് ശരി. ഞാനൊരല്പം മര്യാദ കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കള്ള് പുറത്ത് എവിടെ ചെന്നാലും കിട്ടും, ചില്ലറ കൊടുത്താൽ മതി. അത് വേണ്ട, കണ്ടവന്റെ കടത്തുന്ന ഇറങ്ങണ്ട, സ്വന്തം കുടുംബത്തിൽ വെച്ചാകാന്ന് പറഞ്ഞാൽ സമ്മതിക്കുക. ചേട്ടത്തി ചോദിച്ച പുസ്തകങ്ങൾ രണ്ടും ആ ദിവസം പുറത്തു വരിക. 2 ദിവസം കിട്ടും. രാമായണം ഭാഗവതം പിന്നെ നോക്കാം. നീ കളി കളഞ്ഞ ആ കുപ്പി അവിടെ ഇരിക്കുന്നെന്ന് പറ. ആ വന്ന് കേറിയപ്പോ തൊട്ട് ഇവിടെ കിടന്ന് തപ്പുന്നു. കുപ്പി വെച്ചടുത്ത് കാണുന്നില്ലെന്ന്. എവിടെയാ വെച്ചെന്ന് ആർക്കറിയാം? അന്നേരം വെളിവുണ്ടായിരുന്നെങ്കിലല്ലേ. ദേ ചുമ്മാ മനുഷ്യനെ വെറുതെ ആയിട്ട് കുറഞ്ഞളിപ്പിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. കാണുന്നില്ലെങ്കിൽ അങ്ങ് പോട്ട് ചേട്ടാ. ഇന്നൊരു ദിവസം സേവ വേണ്ടെന്ന് വെക്കാം. എന്താ? നീ പോടാ അവിടുന്ന്. സുമേ, നീ മര്യാദയ്ക്ക് പോയി ആ കുപ്പിയും കിടത്തുള്ളൂ. തരാം, പക്ഷെ ഒരു കാര്യം, ഞാൻ തരുന്നത്ര മാത്രമേ കഴിക്കാവൂ. 2 പെഗ്. ഓ, ഉത്തരവ്. 2 എങ്കിൽ 2. നോക്കി നിന്ന് വെള്ളം ഇറക്കാണ്ട് വേണമെങ്കിൽ ഇത്തിരി തട്ടിക്കോ. ഞാനില്ലേ. കഷ്ടം. തന്നിഷ്ടപ്രകാരം വേണ്ടത്ര കഴിക്കാനുള്ള തന്റെ ഇടം എനിക്കുണ്ട്. പക്ഷേ ഇതേ സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുള്ള ഇവനൊട്ട് തന്റെ ഇടവും ഇല്ല. ഇവിടെന്തോ സ്വാതന്ത്ര്യക്കുറവ്. ദേ ചങ്കനൊത്ത ചാക്കി കുപ്പി കൊണ്ട് തന്നല്ലോ. അതേ, ഒരു 2 എണ്ണം ഫിറ്റ് ചെയ്താലേ എനിക്കൊരു ചുണയുണ്ടാകൂ എന്ന് ഇവൾക്കറിയാം. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭർത്താക്കന്മാരെ നിയന്ത്രിച്ചു എന്ന് വരുത്തുക ഭാര്യമാരുടെ ഒരു അവകാശമാണ്. നീ വേണമെങ്കിൽ നോക്കിക്കോ. 2 അല്ല, വേണമെങ്കിൽ 4 എണ്ണം വരെ ഇവളെ എനിക്ക് തരും. എനിക്ക് വേണ്ട. ഒന്ന് വേഗമാകട്ടെ, വിശന്ന് കുടല് കത്തുന്നു. ഇതാ വരുന്നു. കൊച്ചനെ, ഇവളെ നിന്റെ ചേട്ടത്തി അമ്മയാണ്. എന്ന് വെച്ചാ ജ്യേഷ്ഠ പത്നി. കുറച്ചുകൂടെ ബഹുമാനത്തിൽ പെരുമാറടാ. ഇവന്റെ വർത്തമാനം കേട്ടാ തോന്നും ഇവള് ഇവന്റെ കെട്ടിയവളാണെന്ന്. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കണ്ണു കുടിച്ച് കഴിഞ്ഞാൽ തുടങ്ങിക്കോളൂ ഏതെങ്കിലും ഒരു തോന്നിവാസം എഴുന്നള്ളിക്കാൻ. ഇന്ന് ആരാ കൂട്ടാനുണ്ടാക്കിയത്? ഉപ്പെന്ന സാധനം എന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. അതാ പറയണത് പെണ്ണ് കെട്ടണമെന്ന്. അപ്പൊ പാകത്തിനൊക്കെ ഉപ്പ് നോക്കാം. ധൃതിൽ ഞാൻ ഉപ്പിടാൻ മറന്നു. ഉപ്പ് കൊണ്ടുവരട്ടെ. ഇനിയിപ്പോ അതെല്ലാം എന്ത് ചെയ്യാനാ? വലിയ പോസൊന്നും കാണിക്കാതെ സാറേ, ഇവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റൂ. സൗകര്യം ഉണ്ടേ കഴിച്ചാ മതി. മനുഷ്യനെ ഉണ്ണാൻ പോലും സമ്മതിക്കില്ല. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. ഓ പിന്നെ, ഇത്ര മുൻചുണ്ടിയാണെങ്കിൽ അവന്റെ കൂടെ നാളെ ഒരു പെണ്ണ് എങ്ങനെ പൊറുക്കും? തോറ്റു. ശശിയേട്ടന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞുകൂടെ? തമാശക്കാണെങ്കിലും വായിട്ട് അലച്ചുകൊണ്ടിരിക്കും. നീ അപ്പോഴത്തേക്ക് അത് ഗൗരവമായിട്ട് എടുത്താലോ? ദേ ചേട്ടൻ തന്നെയാണ് വിളിക്കുന്നത്. വന്നിരുന്ന് ഊണ് കഴിക്കൂ. വാ. വലിയ ഗമയ്ക്ക് എഴുന്നേറ്റ് പോയിട്ട് എന്താണാവോ സാറ് തിരിച്ച് എഴുന്നള്ളിയത്? മനസ്സുണ്ടായിട്ട്. ആ, അങ്ങനെ പറയൂ. അതാ ആണുങ്ങളുടെ രീതി. എടോ സുമി, വേണമെങ്കിൽ കൂട്ടത്തിലിരുന്ന് വല്ലതും കഴിച്ചു. അല്ലെങ്കിൽ ഞങ്ങൾ ചേട്ടനും അനിയനും കൂടി സർവ്വതും തിന്നു തീർക്കും. ഈ പ്ലേറ്റ് വരെ. ഒന്നും കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല എന്റെ പൊന്നെ. നിങ്ങൾ ചേട്ടന്റെയും അനിന്റെയും മനസ്സും വയറും നിറഞ്ഞു കണ്ടാൽ മതി.
ശശിയേട്ടാ, ശശിയേട്ടാ, അപ്പുറത്താരെ വന്നിരിക്കുന്നു. ആരാ? അഡ്വക്കേറ്റ് കൃഷ്ണകുമാരും ഭാര്യയും. അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ? രാജുനോട് നോക്കാൻ പറ. രാജൊന്ന് നേരത്തെ പോയി. നാശ മനുഷ്യനൊന്ന് ലണ്ടൻ അടിക്കാൻ കൂടെ സമ്മതിക്കത്തില്ലല്ലോ. നീ ചെല്ലാൻ വന്നേക്കാം. ആ ആ വരൂ വരൂ, ഞാൻ പരിചയപ്പെടുത്താം. കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ്. ശശിക്ക് ഓർമ്മ കാണൂല, വളരെ കൊച്ചുനാളിൽ കണ്ടതാണ്. അച്ഛൻ രാമൻകുട്ടി മേനോൻ എന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഓ ശരിയാണ്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഉണ്ടാവണമല്ലോ. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം. ബിസിനസ് കാര്യങ്ങൾക്ക് മേനോൻ പാലക്കാട് വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ കയറാതെ പോകാറ് പതിവില്ല. ആ ഇതെന്റെ ധർമ്മതാരങ്ങൾ സരസ്വതി അമ്മ. കുട്ടികളൊക്കെ കുട്ടികളില്ല, പക്ഷെ എനിക്ക് 2 സന്താനങ്ങൾ. ഒന്ന് മോള് പഠിക്കുന്നു, മൂത്തത് ബാലു ബോംബെയിലാണ്. എന്ത് ചെയ്യുന്നു? വിശേഷിച്ചൊന്നും ചെയ്യുന്നില്ല. പഠിച്ചു നടക്കുന്നതിനിടയിൽ ഒന്നും പറയണ്ട, തലതിരിഞ്ഞു പോയി. പിന്നെ പഠിപ്പ് ദേ ഇവളുടെ ആങ്ങളുടെ അടുത്താക്കി. സുമിത്രേ കാപ്പി? അയ്യോ വേണ്ട, അത് പറ്റില്ല, ആദ്യമായിട്ട് വരികയില്ലേ. അതുകൊണ്ടല്ല, പഞ്ചസാര തൊടാൻ പാടില്ല എനിക്ക്. അക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കര യോജിപ്പാ. കഴിച്ചിട്ടൊരു കാപ്പി കൂടി വേണ്ട, വിസ്തരിച്ചൊരു ഊണ് തന്നെ ആവാം പിന്നീട്. ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും ആകാം കേട്ടോ. വെൽക്കം വെൽക്കം. ആ കേട്ടോ ശശി, ഞാൻ പ്രാക്ടീസ് നിർത്തി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. തറവാട്ടും ഒരു വീട് ഇവിടെ ഉണ്ട്, അതൊന്ന് റീമോഡൽ ചെയ്യണം. പനിയുമായിട്ട് അങ്ങനെ നടക്കുമ്പോഴാണ് കുറെ നല്ല തടി എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ചത്. ചോദിച്ചപ്പോ ശശിയുടെ തടിഡിപ്പോയിൽ കിട്ടാത്ത തടികളില്ല എന്നാണ് മറുപടി. ശശിയാണെങ്കിൽ നമ്മുടെ സ്വന്തം ആളും. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴി എന്നാലൊന്ന് കയറി ഒരു ലിങ്ക് ഇട്ടയക്കാമെന്ന് കരുതി. അതിനെന്താ, എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യാം. ആ ഞങ്ങൾ വക്കീലന്മാർക്കൊരു സമ്പ്രദായമുണ്ട്. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നിന്ന് നിറങ്ങി സമയം കളയില്ല. ആ ശ്രീമതി പറഞ്ഞ കാര്യം ഞാനും കൂടെ ആവർത്തിക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് നടത്തിയ ആക്രമണം തിരിച്ച് അങ്ങോട്ടും ആവാം. ആയിക്കോട്ടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. അവര് പോയോ? കാലത്തെ കണി കണ്ടത് വക്കീലാണ്. ഇന്നാണെങ്കിൽ നല്ലൊരു ടെൻഡർ പൊട്ടിക്കുന്ന ദിവസവും. എന്താകുമോ എന്തോ. എടോ രാജു, ഹൗസിംഗ് കോളനിയുടെ സ്കീമും എസ്റ്റിമേറ്റ്സും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തടി വേണ്ടി വരും. താൻ കമ്മീഷനോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ചേട്ടച്ചാർക്ക് ഓർഡർ അത്രയും കിട്ടും. എന്റെ പൊന്നു പവിത്ര, അങ്ങനെ സ്വാധീനം കിട്ടുന്ന നേട്ടം നമ്മുടെ ചേട്ടച്ചാർക്ക് വേണ്ട. അങ്ങേരെ തൊട്ടിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്. ഉപദേശിക്കാൻ പറഞ്ഞ ഞാനിപ്പോ മന്ത്രനായല്ലേ. എന്റെ പൊന്നാശാനെ പറഞ്ഞു നീ എടുത്തു. അതാ നോക്കി ബാജോടിക്ക് നിർത്തിട്ട് ആ ഫയലൊന്ന് വെരിഫൈ. ഓക്കെ. ഞാൻ വരട്ടെ. കൺഗ്രാജുലേഷൻസ് ശശിധരൻ. തുടർച്ചയായി 3ാമത്തെ തവണ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത്. യു ആർ വെരി ലക്കി. സോഫാർ നിങ്ങളുടെ സപ്ലൈയെ കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് നല്ല മതിപ്പാണ്. അടിച്ചല്ലോ. കൊടുക്കുന്നെങ്കിൽ ദൈവം വാരി കോരി കൊടുത്തോളൂ. ഇയാളുടെ തലയിൽ വരച്ച പാരക്കുറ്റി കൊണ്ട് നമ്മുടെ അയൽവക്കത്ത് പോലും ഒന്ന് പോറാൻ തോന്നിയില്ലല്ലോ. 2 കൈ കൊണ്ട് വാരിക്കോരി സമ്പാദിച്ചു കൂട്ടുന്നുണ്ടല്ലോ. അനുഭവിക്കാൻ മക്കളില്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? അയ്യോ, അതോർത്ത് തന്നെപ്പെടണ്ട. അന്യം നിന്ന് സർക്കാർ കണ്ടുകെട്ടേണ്ടി വരില്ല. എനിക്ക് മക്കളില്ലെങ്കിലും അനുജനുണ്ട്. അവനും അവന്റെ അടുത്ത തലമുറയും ചേർത്ത് അനുഭവിച്ചോളൂ. സാറ് പോയാട്ടെ. ഗുഡ് ഈവനിങ് മാഡം. ഇതെന്താണെന്നറിയാമോ? ആ തുറന്നു നോക്കിട്ട് പറയാം. തുറന്നു നോക്കിയാൽ ഏത് കണ്ണുപൊട്ടനും പറയാം, അല്ലാണ്ട് പറ്റുമോ? എന്റെ പൊന്നെ, എനിക്ക് ജ്യോത്സ്യം വശമില്ല. എന്നാലും ഒരു ഊഹം. ഇപ്പോൾ ഇത്ര അത്യാവശ്യമായിട്ട് വാങ്ങണമെങ്കിൽ ഒന്ന് കട്ടൻ ക്ലോത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്. തേങ്ങാക്കൊല, നല്ല ഒന്നാന്തരം കാഞ്ചീപുരം സാരി. അല്ല, ഇതെന്ത് പറ്റി? ദേ കിടക്കുന്നു.
സാധാരണ ഭാര്യമാര് ഭർത്താക്കന്മാരുടെ മുമ്പിൽ കെട്ടിക്കിടന്ന് സത്യാഗ്രഹം അനുഷ്ഠിച്ചിട്ടാണ് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കുന്നത്. ഇതൊന്നുമില്ലാതെ ഒരു ഉഗ്രൻ സാരി വാങ്ങിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ, ഇതെന്ത് പറ്റിയെന്ന്. വിശേഷിച്ച് കാരണം എന്താന്ന് ചോദിച്ചതാ. എടോ, തനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നതിന് പ്രത്യേകിച്ച് വല്ല കാരണവും വേണം. എന്നെ ഇത് എടുത്തോണ്ട് വാ, എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് പോവാം. ഒരു സിനിമയും രാത്രി പുറത്തുനിന്ന് ഡിന്നറും. ഞാനില്ല. ഓരോ വീടുകളിൽ ഭർത്താക്കന്മാരുടെ കൂടെ കാറിലും ബൈക്കിലും കറങ്ങി നടക്കാൻ കൊതിക്കുകയാണ് ഭാര്യമാര്. ഇവിടെ ഒരുത്തി മാത്രം. എന്റെ പൊന്നെ, എന്നെ വിട്ടേക്ക്. എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങാ എനിക്ക് വയ്യ. കഴിഞ്ഞ ആഴ്ചയല്ലേ നമ്മൾ ഒരു സിനിമയ്ക്ക് പോയത്. ഓ, ആഴ്ചയിൽ ഒന്നിൽ കൂടുതലായ സർക്കാരിൽ നിന്ന് ശിക്ഷ വരുമായിരിക്കും. എപ്പോഴെപ്പോഴും ഇങ്ങനെ കറങ്ങി നടന്നാൽ ഇവിടെ ആരാ? ഓ, തന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ വീടെടുത്ത് ആരെങ്കിലും കക്ഷത്തിൽ വെച്ചോണ്ട് പൊക്കളെ. അതുകൊണ്ടല്ല, സർക്കിറ്റ് അടിക്കാൻ എനിക്ക് ഒരു കൊതിയുമില്ല. പിന്നെ എന്തിനാ വെറുതെ മെനക്കേട്? ആ വേണ്ട, അമ്പലവും അടുക്കളയും വിട്ടൊരു ലോകം തന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ വിചാരിച്ചാൽ അത് തിരുത്താൻ പറ്റും. വലിയൊരു വർക്കിനുള്ള ടെൻഡർ നിറച്ചു. ആ സന്തോഷം ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ആ പോട്ടെ, നീ പോയി ആ ഗ്ലാസും കുപ്പിയും എടുത്തോണ്ട് പോ. അപ്പോഴത്തേക്കും പിണങ്ങിയോ? നമ്മൾ ആരോട് പിണങ്ങാൻ? എന്താണിവിടെ സൗന്ദര്യപ്പണക്കത്തിന്റെ ഒരു സ്മെല്ല്? ശശിയേട്ടന് ഞാൻ ഇപ്പോൾ പുത്തൻ സാരി കൊടുത്ത് തിയേറ്ററിലും ഹോട്ടലിലും ഊര് ചുറ്റാൻ ചെല്ലണം. അതിന് ഞാനില്ലെന്ന് ഒഴിഞ്ഞു. ആ പ്രതിഷേധത്തിന് മദ്യപാന യജ്ഞം തുടങ്ങാനുള്ള ഒരുക്കമാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതെ. കുടുംബജീവിതത്തിന്റെ ഒരു മെച്യൂരിറ്റി ഇനിയായിട്ടില്ല. ഒരു ഗിവൻ ടേക്കൊക്കെ വേണ്ടേ ജീവിതമാകുമ്പോ? ശശിയേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളപ്പോ ചേട്ടത്തെ അനുവഴങ്ങണം എന്ന് കരുതി ഒരു കാര്യത്തിൽ പരിധി വിട്ട് ശശിയേട്ടൻ നിർബന്ധിക്കുകയരുത്. ഒരു പരസ്പരധാരണയൊക്കെ വേണ്ടേ? എന്തോ സാറിന് ഞാൻ എവിടുന്നാണാവോ കിട്ടിയത്? എടാ മരമണ്ട, കുടുംബജീവിതത്തെ കുറിച്ചുള്ള നിന്റെ സങ്കല്പമേ തെറ്റാണ്. ഇതേ ഇങ്ങോട്ട് നോക്ക്. പൂർണ്ണമായ പരസ്പര ധാരണ വന്നാലേ ജീവിതം പരമ ബോറായി പോകും. എടാ, പുറത്തു നിന്ന് നോക്കുന്നത് പോലല്ല അകത്ത് നിന്ന് അനുഭവിക്കുമ്പോ. ഇടയ്ക്കൊന്ന് പിണങ്ങിയില്ലെങ്കിൽ പിന്നെ ഈ ഇണക്കത്തിന് എവിടുന്നാ മധുരം? ഇല്ലേ സുമി? ഏതായാലും പറഞ്ഞു ഇവിടം വരെ എത്തി. രാജുവിന്റെ കല്യാണക്കാരി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് എന്ത് ഭാവിച്ചുകൊണ്ടാ? ചേട്ടത്തിമ്മ വേറെ വല്ലതും പറയും. എന്താടാ ഈ വിവരം പറഞ്ഞാല്? നിന്നെ ഇനി ഇങ്ങനെ കയറൂരി വിടാൻ തീരുമാനിച്ചിട്ടില്ല. വിവാഹം കഴിക്കില്ലെന്ന് ദുശാഠ്യമൊന്നും എനിക്കില്ല. പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ. എടാ കോന്ത, കിട്ടില്ല എന്ന് മുൻവിധി എഴുതി നോക്കിയാലോ ഒന്നും ഒരിക്കലും കിട്ടില്ല. കിട്ടുമെന്ന് ആശിച്ചുകൊണ്ട് കണ്ണു തുറന്ന് നോക്കിയാലോ? ഈ പറയുന്ന പോലെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ചേട്ടാ. തേങ്ങാക്കൊല. എടാ, കുറെ കാലം കൂടെ താമസിപ്പിച്ച് നിന്റെ മനസ്സിലുള്ള മോൾഡ് പെർഫെക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഏതായാലും കല്യാണം നടത്താൻ പറ്റില്ല. ഓ, അപ്പൊ പിന്നെ ഏകദേശം ഒരു ബോധ്യം അതേ ആശ്രയിക്കാൻ നോക്കൂ. നിന്റെ മനസ്സ് എന്നേക്കാൾ കൂടുതൽ ഇവക്കറിയാം. നിന്റെ സങ്കല്പത്തിനും ഈ അലക്കിത്തേക്ക് സ്വഭാവത്തിനും പറ്റിയ ഉരുപ്പടിയാണെന്ന് ഏട്ടത്തിയമ്മ സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു കുട്ടിയെ കിട്ടിയാലോ? അത് രാജുവിന്റെ കല്യാണക്കാര്യം ഗൗരവമായിട്ട് എടുക്കണം. ശരിയാ. പണ്ടേ ആ നാണുമുപ്പം പറഞ്ഞ കേസില്ലേ, ചന്ദ്രശേഖര മുതലാളിയുടെ മകള്, അതൊന്നും നോക്കിയാലോ? എന്നാൽ ഒട്ടും വൈകണ്ട. നാളെ തന്നെ അവിടെ വരെ പോയി ഒന്ന് നോക്കണം. അത് നാളെയല്ലേ? അതേറ്റു. പക്ഷെ ഇന്നോ? ഇന്നെന്താ? ഇന്ന് അല്ല സൈ, എഞ്ചിനീയർ സാഹിത്യമായിട്ട് എന്താ ബന്ധം? എഞ്ചിനീയറായി പോയോണ്ട് സിമെന്റും കമ്പിയും മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്നുണ്ടോ? ശനേ, ഞാനൊരു തമാശ പറഞ്ഞതാ. എടാ ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നൊരിടം വരെ പോയി. രണ്ടുപേരും കൂടെ ആസ്വദിക്ക് പരമാവധി അമ്പലത്തിലേക്കായിരിക്കും. ഓടാ കോന്ത അവിടുന്ന്. ആ, ഞങ്ങള് ചന്ദ്രശേഖര മേനോന്റെ മകളെ കാണാൻ പോയിരുന്നു. രമ, നിനക്ക് വേണ്ടി ആലോചിക്കാനാ. തുടങ്ങിയല്ലോ. പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? എടാ,
നമ്മുടെ 4 ഇരട്ടി സ്വത്ത്. പെണ്ണാണെങ്കിൽ ഗ്രാജുവേറ്റ്, ഒരൊറ്റ മോള്, നിലത്ത് നിർത്താണ്ട് വളർത്തിയ കുട്ടി. അപ്പോൾ എളുപ്പമായി. ഒരു കാരണവശാലും എനിക്കിണങ്ങില്ലെന്ന് സ്പഷ്ടം. ആ, നീ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. ഈ പറഞ്ഞത് അത്രയും ഈ പ്രപ്പോസലിന്റെ നെഗറ്റീവ് സൈഡ്. ഇനി ഇതിന്റെ പോസിറ്റീവ് സൈഡ് മുഴുവനും നിന്റെ ചേട്ടത്തിയമ്മ പറയും. പറഞ്ഞ രാജു വിശ്വസിക്കില്ല. ഞങ്ങളവിടെ ചെന്നപ്പോ ആ പെൺകുട്ടി അവിടെ ഇല്ല, അമ്പലത്തിൽ പോയിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ വീട്ടിലാണെന്നുള്ള യാതൊരു ഭാവവും ഇല്ല. ഉച്ചയ്ക്ക് ഊണിനെ നല്ല ഒന്നാന്തര അവിയലും സാമ്പാറും ആ കുട്ടി വെച്ചതാണത്രേ. നല്ല അടക്കം ഒതുക്കുള്ള പെരുമാറ്റം. പുകഴ്ത്തി പറയല്ലേ രാജു. ദേ, ശശിയേട്ടൻ എന്നെ കാണാൻ വന്നപ്പോ എനിക്ക് പോലും ഇത്രയും ഭംഗിയായിട്ട് പെരുമാറാൻ കഴിഞ്ഞില്ല. കണ്ട പെണ്ണുങ്ങളൊരു അസൂയ. രാജുവിന് നന്നായിട്ട് ഇണങ്ങും. അവന്റെ വലിയൊരു ആലോചന കണ്ടില്ലേ? ആലോചിക്കാനൊന്നുമില്ല. നാളെ നിന്നെയും കൂടി ചെല്ലാമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. നാളെ എനിക്ക് ഓഫീസുണ്ട്. ഉണ്ടായിക്കോട്ടെ. അതിനാണല്ലോ ഈ ലീവ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുള്ളത്. അങ്ങനെ പെട്ടെന്ന് ലീവ് എടുക്കാന്ന് പറഞ്ഞ മുനിസിപ്പൽ ബിൽഡിംഗ് ഇടിഞ്ഞ് താഴെ വീഴുകയൊന്നുമില്ല. നിനക്ക് പറയാൻ മടിയാണെങ്കിൽ ഞാൻ വിളിക്കാം കമ്മീഷണർ. നമുക്ക് ആലോചിക്കാം. ചെറുതായിട്ടൊന്ന് ഇരകുത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഇനി നിന്റെ കയ്യിലാ ബാക്കി. അത് ഞാൻ ഏറ്റു. അതിനിടയിൽ വളപൊളാന്ന് വാചകം അടിച്ച് അത് നശിപ്പിക്കാതിരുന്നാ മതി. ഇപ്പോഴെന്ത് പറയുന്നു? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എല്ലാം കൊണ്ടും രാജുവിന് അസലായിട്ട് ഇണങ്ങും. രാജുവിന്റെ മനസ്സ് എനിക്കറിയാം. ഞാനാ പറയുന്നത്. നോക്കൂ, എങ്ങനെയൊന്നും രാജുവിനെ കൂട്ടിക്കൊണ്ട് ചെല്ലാമെന്ന് ഞാൻ ഏറ്റതാണ്. ഞാൻ പറഞ്ഞാൽ രാജു തട്ടിക്കളയില്ലെന്ന് കരുതി. ഇന്ന് പാവം ചെറുക്കൻ ഉറങ്ങൂല. എന്നെ കണ്ട തലേന്ന് ശശിയേട്ടൻ ഇറങ്ങിയില്ലേ? നല്ല സുഖമായിട്ട് കൂർക്കം വലിച്ചിട്ട് ഉറങ്ങി. പക്ഷേ സുമിയെ കണ്ടു വന്നതിൽ പിന്നെ എന്റെ ഉറക്കം മുഴുവൻ പോയത്. ഏട്ടത്തിയമ്മ ഇന്നൊരു പെൺകുട്ടിയുടെ ഫോട്ടോ തന്നു. രമ. നാളെ ഞാൻ അവളെ നേരിൽ കാണുന്നു. എന്റെ ജീവിതത്തിലേക്ക് അവളെ സ്വീകരിക്കണമോ എന്നറിയാൻ വേണ്ടി. ഒരു ഭാര്യയെക്കുറിച്ച് എന്റെ മനസ്സിലുള്ള ചിത്രം, എന്റെ സ്വപ്നം, എന്റെ സങ്കല്പം. കണ്ടിരുന്ന സ്വപ്നങ്ങളും കാണാനിരിക്കുന്ന സത്യവും.
രാജു, രാജു, അല്ല ഇതെന്ത് പറ്റി? ഞാൻ റെഡി. സാർ നേരത്തെ അങ്ങ് റെഡിയായല്ലോ. പെണ്ണ് കാണാൻ പോകുന്നതേ അനുജിന് വേണ്ടിയാ. വാരാത ഭാര്യയെ ഒരു മൂത്ത സഹോദരന്റെ ഉത്തരവാദിത്വ ബോധമായി കാണുന്നത്. ഛു, അല്ല, സാർ ഇപ്പോഴായിരിക്കും ഉണർന്നത്. സ്വപ്നം കണ്ട് കിടന്നാൽ ദേ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഉണരാൻ വൈകും. എനിക്ക് അനുഭവമാ. ആ പൊന്നുമോനൊരു പണി ചെയ്യും, ചെന്ന് വേഗം ഒരുങ്ങാൻ നോക്ക്, സമയമാകുന്നു. ആ വരൂ വരൂ. ഞങ്ങൾ വൈകിയില്ല. ഓ, ഏയ് കൃത്യസമയത്ത് തന്നെ എത്തി. എത്താറായല്ലോ ഞാൻ സമയം നോക്കി ഇപ്പൊ മനസ്സിൽ പറഞ്ഞതേ ഉള്ളൂ. വരൂ, ഇരുന്നാട്ടെ. ശശി ഇരിക്കെ രാജു. പണ്ടത്തെ മാമൂലനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മുഷിയുമ്പോഴാണ് പെണ്ണിനെ ആനയിച്ചിറക്കുക ചെറുക്കന് കാണാൻ. ഇവിടെ അതിന്റെ ആവശ്യമില്ല. രാജു വന്നിരിക്കുന്ന അവളെ കാണാനാണ്. അതാദ്യം നടക്കട്ടെ. എന്താ ടീച്ചർ? ഞാനത് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു. ഇനിയിപ്പോ ആനയിച്ചിറക്കാനാണ് ഇവിടെ ഒട്ട് പെണ്ണുങ്ങളും ഇല്ല. ഉണ്ടായിരുന്നവൾ ഇവള് കൈക്കുഞ്ഞായിരിക്കുമ്പോ എന്നെ ഏൽപ്പിച്ചിട്ട് പോവുകയും ചെയ്തു. രമ എവിടെ? രമേ, ഇവളാണ് എന്റെ എല്ലാം. മോളെ, ഇതാണ് രാജു. ഇന്നലെ വന്നിട്ട് നീ ഇവിടുത്തെ അടുക്കളയൊന്നും കണ്ടില്ലല്ലോ. ഇല്ല. എന്നാ ചെന്നൊന്ന് കണ്ടിട്ട് വാ. പിന്നെ ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചതാ പറമ്പും പുരയിടവും ഒക്കെ ഒന്ന് കാണണമെന്ന്. പറ്റി. ഓ, അതിനെന്താ? അപ്പൊ നമുക്കൊന്ന് ഇറങ്ങിട്ട് വരാം. ആട്ടെ. അവര് തമ്മിൽ വല്ലതും മിണ്ടുകയോ പറയുകയോ ചെയ്യട്ടെ. രമ ഇരിക്കൂ. എന്നാ ഞാനും നിൽക്കാം. വേണ്ട. അപ്പൊ അനുസരണയുണ്ട്. അപ്പോ ഇതെല്ലാം കൂടി എത്ര ഏക്കർ വരും? ഒരു 6-7 ഏക്കർ വരും. നല്ല വിളവാ. ഇപ്പൊ ഒക്കെ മോശമായി പോയി. ഇവിടെ വളമിടാനും നോക്കാനും ഒക്കെ ആരിയിരിക്കുന്നു. അത് ശരി. ശശി, പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് കല്യാണം ഉടനെ നടത്തിക്കൂടെ? ഈ കാര്യത്തിൽ നിങ്ങളെക്കാ ധൃതി ഞങ്ങൾക്ക്. അതറിയാം. പക്ഷേ എനിക്കൊരു മകളേ ഉള്ളൂ. കല്യാണവും മറ്റു ചടങ്ങുകളും എന്റെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന എന്റെ ആഗ്രഹം. അല്ല, അതാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ. സത്യം പറഞ്ഞാൽ രമയുടെ ഫോട്ടോ കാണുന്നവരെ ഞാൻ വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന സങ്കല്പം, അതേ രൂപം. വേറൊരു പെൺകുട്ടിയെക്കുറിച്ചും ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. തുറന്നു ചോദിക്കട്ടെ, രമയ്ക്ക് എന്നെ ഇഷ്ടായോ? പറയൂ രമേ. ആ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? എനിക്കിഷ്ടായി.
എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. എന്നെ ഇഷ്ടമായല്ലോ, എന്റെ ഭാഗ്യം. എന്താ സുമി, ഇവന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തതുപോലെ? പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ? പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്നെ ഇഷ്ടമായോ? എന്തോ ഛേ, കളഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചാൽ അതിന്റെ ഏനത്തിന് മറുപടി പറയാൻ അറിഞ്ഞുകൂടാ. ആ ചോദ്യം തിരിച്ചിങ്ങോട്ടൊന്ന് ചോദിച്ചേ. അത് ശരി. എന്നാലത് ആദ്യം പറയണ്ടേ? എന്നാ പിടിച്ചോ. ആ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ടത്? എനിക്കിഷ്ടമായി. എന്നെ ഇഷ്ടമായല്ലോ, എന്റെ ഭാഗ്യം. കാരണം നിർത്തി. ചുമ്മാ ആളിനായിട്ട് കുരം കളിപ്പിക്കാൻ എന്ത് രസമാണ് രണ്ടിനും. ഞാനല്ലേ നിങ്ങളുടെ പോട്ടടാ മോനെ, കല്യാണപ്പണി കയറിയാ പിന്നെ കേട്ടോ സുമി, എനിക്കും ഇങ്ങനായിരുന്നു. ഒരിടത്ത് ഇരിപ്പുറയ്ക്കൂല. ഇതച്ച പാല്. മോളിരിക്കെ. മോളെ, അച്ഛൻ എന്ത് സന്തോഷമാണെന്നറിയാമോ? മനസ്സിനിണങ്ങിയ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ മോളുടെ ഭാഗ്യമാണ്. ഒരച്ഛന്റെ കടമ നിർവഹിച്ച സംതൃപ്തി എനിക്കിപ്പോഴുണ്ട്. കല്യാണത്തിന് മുമ്പ് ഇതാണ് നിന്റെ ചേട്ടന്റെ ലാത്തിയെങ്കിൽ വളരെ സൂക്ഷിക്കണം. കല്യാണം കഴിഞ്ഞ നിങ്ങൾ രണ്ടുപേരെയും കൊന്നത് തന്നെ. ഒരു പണി ചെയ്യും, കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങ് പോരെ. ഹണിമൂൺ ഇവിടാകാം. മുകളിലെ VIP റൂം ഒഴിഞ്ഞുതരാം. പുറത്തേക്ക് ഇറങ്ങുകയേ വേണ്ട. ഭക്ഷണം വരെ മുറിയിലെത്തിച്ചേരാം. ചേട്ടനെന്നല്ല, ഒരു കട്ടുറുമ്പ് പോലും നിന്നെ ശല്യം ചെയ്യാൻ വരാതെ ഞാൻ ഗ്യാരണ്ടി. എന്താ? സമ്മതിച്ചു. തോമാച്ച, സത്യത്തിൽ എനിക്ക് എന്ത് സന്തോഷമാണ്. എന്നെ കൂട്ടുകാർ എപ്പോഴും കളിയാക്കുമായിരുന്നു. എന്റെ വെജിറ്റേറിയൻ സ്വഭാവത്തിന് പെണ്ണ് കിട്ടുമ്പോൾ അക്കറി പറ്റുമെന്ന്. ചാരിത്രം എന്ന് പറയുന്ന പെണ്ണിന് മാത്രമല്ല ആണിനുമാകാൻ തോന്നുന്ന അവർക്ക് പുച്ഛമാണ്. പക്ഷെ ഒടുവിൽ എന്റെ മനസ്സിന്റെ നേരിന് എന്റെ ആഗ്രഹങ്ങൾക്കൊത്തൊരു പെൺകുട്ടിയെ തന്നെ എനിക്ക് കിട്ടി. രാജു, ഇതൊന്നും നമ്മുടെ മിടുക്കല്ല. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാണ് പ്രമാണം. ഇന്നത് ഇന്നയാൾക്ക് ഇന്നതുപോലെയെന്ന് മൂപ്പിൽ നേരത്തെ തലയിലെഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, വാജ ഓടിച്ചിരുന്നപ്പോ സമയം പോയി അറിഞ്ഞില്ല. പ്രസിപ്പ് ഇൻവിറ്റേഷൻ വാങ്ങിക്കണം. ശരി ശരി. അയ്യോ, സാധനങ്ങളെ ലിസ്റ്റ് തയ്യാറാക്കിയോ പോറ്റി? എന്നാൽ ലിസ്റ്റ് കൊണ്ടൊന്ന് സുമിത്രയെ കാണിക്കും. അവർക്ക് ചിലപ്പോൾ വല്ലതും പറയാനുണ്ടാകും. എന്നിട്ട് തടിയിരിപ്പോലേക്ക് വന്നേര്. കലവറക്കാരുമല്ലേ, ആഭ്യന്തര വകുപ്പിന്റെ ഒരു അപ്രൂവലൂടെ ഇരുന്നോട്ടെ. കറക്റ്റ്. എന്നാ ഞാൻ ഇറങ്ങി. മുഖസ്തുതി പറയല്ലോ ശശിധര. കാര്യങ്ങൾ അതാതിന്റെ വഴിക്ക് അന്വേഷിച്ച് നടത്താൻ തനിക്കൊരു പ്രത്യേക പ്രാപ്തിയുണ്ട്. അച്ഛന്റെ അതേ മിടുക്ക്. സ്വന്തം ചുമതലയിൽ ഒരു കല്യാണം നടത്തുക എന്ന് പറയുമ്പോ അതിന്റെ ഒരു ബന്ധപ്പാട്. വാസ്തവം. പ്രത്യേകിച്ചും അവര് നമ്മളെക്കാൾ ഉയർന്ന ആൾക്കാരാവുമ്പോ കൂടുതൽ ശ്രദ്ധിക്കണം. ഒന്നിനും ഉണ്ടാകരുത് ഒരു കുറവ്. ഞങ്ങളുടെ നില നോക്കിയിട്ടല്ല, രാജുവിന്റെ സ്വഭാവം നോക്കിയിട്ടാ അവരതിന് തയ്യാറായി. രാമൻകുട്ടി മേനോന്റെ കുടുംബത്തിന് ഈശ്വരൻ നല്ലതേ വരുത്തു. മൂപ്പര് തനി തങ്കമായിരുന്നില്ലേ? കാപ്പി മധുരം ഇട്ടിട്ടില്ല. എന്നാ പിന്നെ ലേശാവാം. അല്ലെങ്കിൽ സുമിത്രയ്ക്ക് പരിഭവാവും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്.
പിന്നെ ഞാൻ പോട്ടെ. ശരി. ഈ പ്ലസന്റ് സർപ്രൈസ്. പതിവായി ഇവിടെ വരാറുണ്ടോ? ഞാൻ കാണാറുണ്ട് ഇവിടെ വെച്ച്. എന്നെയോ? ഞാനിവിടെ വന്നാൽ മുഖങ്ങൾ കാണാറില്ല, പുസ്തകങ്ങളെ കാണാറുള്ളൂ. ഇനിയോ? ഇനി മുഖം കാണുന്നതിന് അല്ലാതെ തന്നെ മനസ്സിലുണ്ടല്ലോ. എങ്ങനെയാ വന്നത്? ഞാൻ ബസ്സിലാ വന്നത്. ഇന്ന് കാർ എടുത്തില്ല. ഞാൻ ബൈക്കിലാ. രമയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു. പിന്നെ കല്യാണത്തിന് മുമ്പ് ശരിയല്ലല്ലോ. ഇഷ്ടം പോലെ. പോട്ടെ രമേ. വലിയ ഗമയായിപ്പോയില്ലേ? ലൈബ്രറിയിൽ നിന്ന് എന്നെ ബൈക്കിന്റെ പുറകിൽ കയറ്റിക്കൊണ്ട് പോകുമെന്ന് ഞാൻ എത്ര പ്രതീക്ഷിച്ചു. മോശമാണ് പോലും. ആർക്കാ എത്ര മോശം? വീട് വരെ കൊണ്ടുവിടാൻ മടിയാണെങ്കിൽ വേണ്ട, അറ്റ്ലീസ്റ്റ് ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയി ഒരു ഐസ്ക്രീമെങ്കിലും വാങ്ങി തന്നൂടായിരുന്നോ? വേണ്ട വേണ്ട, ഞാൻ പിണക്കുവാണ്. ഇനി എന്നോട് ബൈക്കിൽ കയറാൻ പറയുമ്പോ നോക്കിക്കോ, കയറില്ല, ഞാൻ പിണക്കുവാണ്. ഓ, ഞാൻ പിണങ്ങോ? ഈ മുഖത്ത് നോക്കി എങ്ങനെയാ പിണങ്ങ? ഇല്ല കേട്ടോ, ഈ ഒന്ന് മാറ്റണം. ഹെയർ സ്റ്റൈലും ഇപ്പൊ പെയ്യാൻ പോകുന്ന മഴക്കാറ് പോലെ. എന്തിനാ എപ്പോഴും വിഷാദഭാവം? അതൊന്നും ഇനി വേണ്ട കേട്ടോ. ഫോർമാലിറ്റീസ് കുറെ കൂടുതലാണ്. എന്റെ കൈ കിട്ടട്ടെ, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഇത് സാറിന്. ഇത് ശ്രീമതിക്ക്. പന്തലിൽ വരുന്ന വിരുന്നുകാർക്ക് അവസാനം കൺഫ്യൂഷൻ ആകും, ഏതാണ് കല്യാണ പെണ്ണെന്ന്. പിന്നെ ദേ, ഇത് സാക്ഷാൽ മണവാളന്. സാറിന് ഇപ്പോഴേ ഇത് കൊടുത്ത് നടക്കണമെന്നുണ്ടാകും. സോറി, നാളെ കഴിഞ്ഞേ ഉള്ളു ചാൻസ് മോനെ. എങ്ങനെയുണ്ട് സെലക്ഷൻ? അത് എന്നെ സെലക്ട് ചെയ്തപ്പോഴേ മനസ്സിലായതല്ലേ, നല്ല ടേസ്റ്റ് ആണെന്ന്. അത് കലക്കി.
ദിവസത്തിൻ അനുഭൂതികൾ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കും ഇണമലക്കുരുവികളെ. വിശുദ്ധമാകും ഹൃദയങ്ങളെ, വികാര കുസുമങ്ങളെ, വിശുദ്ധമാകും ഹൃദയങ്ങളെ, വികാര കുസുമങ്ങളെ, സ്നേഹസൗന്ദര്യ സുധാരസമൂഹം സൗഗന്ധികങ്ങളെ, വിശ്വാസമോലുമീ മനസ്സുകളല്ലോ വിശ്വമംഗള പൂങ്കാവുകൾ, വിശ്വമംഗള പൂങ്കാവുകൾ. ഇണമലക്കുരുവികളെ, ഇനി നിങ്ങൾ രണ്ടല്ലൊരു ദേഹവും ഒരാത്മാവുമാണല്ലോ. ഈ ദിവ്യ ദിവസത്തിൻ അനുഭൂതികൾ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കും ഇണമലക്കുരുവികളെ. പിറന്നു പ്രേമമാം പൊയ്ക തന്നിൽ കുരുന്നു പൂമൊട്ടുകൾ, പിറന്നു പ്രേമമാം പൊയ്ക തന്നിൽ കുരുന്നു പൂമൊട്ടുകൾ. താരുണ്യ ശൃംഗാര രാഗങ്ങളെല്ലാം സംതൃപ്തമാകുമീ ജീവിതമല്ലോ സന്തുഷ്ട സൗഭാഗ്യ ശ്രീനിലയം, സന്തുഷ്ട സൗഭാഗ്യ ശ്രീനിലയം. ഇവളായിരുന്നു ഈ വീടിന്റെ വിളക്ക്. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന മനുഷ്യൻ ഞാനാണ്. പക്ഷേ ഇന്നത്തെ ദിവസം കണ്ട് സന്തോഷിക്കാൻ അവളില്ലാതെ പോയി. അച്ഛൻ സമാധാനമായിരിക്കൂ. സ്വർഗത്തിലിരുന്ന് അമ്മ ഞങ്ങളെ ആശീർവദിക്കുന്നുണ്ടാവും ഇപ്പോൾ. ശരിയാണ് മോനെ. ഇത് വാങ്ങിക്കുടിച്ച് പിന്നെ കിടന്നുറങ്ങുക. ആ പതിവ് നമുക്ക് വേണ്ട അല്ലേ? ഉറങ്ങാൻ ധൃതിയായോ? നമുക്ക് സംസാരിച്ചിരിക്കാം. പുലരുവോളം, മതിയാവോളം. പറയൂ. പറയാതെ തന്നെ പറയുന്നുണ്ടല്ലോ. ജീവിതത്തിൽ ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് ഞാനിങ്ങനെ മനസ്സുറന്ന് അടുത്തിരിക്കുന്നത്. എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുമ്പോൾ ഒരിക്കലും ഒരു കുറ്റബോധം ഉണ്ടായിരുന്ന എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കുമ്പസരിക്കാൻ കുറ്റമില്ലാതെ വരുമ്പോഴുള്ള വിശുദ്ധി, അതാണ് എന്റെ മനസ്സ് നിറയെ. ആ വിശുദ്ധി രമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പറയൂ രമേ. ധൈര്യമായി വിശ്വസിക്കൂ.
എന്റെ ജീവിതത്തിലെ ആദ്യത്തെ പുരുഷൻ രാജുവേട്ടനാണ്, അവസാനത്തെയും. ഇത് സതി തന്നതാ. കൂട്ടുകാരിയായിരിക്കും. ഉം. പുഷ്പയ്ക്ക് പണ്ടും അതെ, പെർഫ്യൂം എന്ന് പറഞ്ഞ ജീവനാ. അല്ല, നേരം വെളുക്കുന്നത് വരെ ഇതും പൊട്ടിച്ചോണ്ടിരിക്കാനാണോ ഭാവം? കൂട്ടുകാരികൾ എന്തൊക്കെ തന്നെന്നറിയാമല്ലോ. ചേട്ടനെ നോക്ക്, എളുപ്പം തീരും. എന്താ ചേട്ടാ? ചേട്ടൻ ഏതായാലും ഭാഗ്യം ചെയ്തവനാണ്. നല്ല പയ്യൻ, നല്ല തറവാട്. എല്ലാം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. രാജു, മോനെ രാജു, രാജു മോനെ. എനിക്കറിഞ്ഞൂടച്ച, എന്റെ തെറ്റിദ്ധരിച്ചു. അതെന്താണെന്ന് പറഞ്ഞാലല്ലേ തിരുത്താനോ വിശദീകരിക്കാനോ കഴിയും. അതിനുള്ള സാവകാശം പോലും തരാതെ. ആ, ഏതായാലും ശശി തന്നെ ബുദ്ധിമുട്ടിരിക്കണോ? അവന് വേണ്ടി ബുദ്ധിമുട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ജന്മം പിന്നെ ആർക്ക് വേണ്ടിയാ രാഘവനാരെ? രാജു, 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 മോനെ രാജു, വാഴ തുറക്ക് രാജു, 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 മോനെ രാജു, രാജു, വാഴ തുറക്കണ രാജു, 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 ഒന്ന് മാറി വാഴ തുറക്ക് രാജു, 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 മോനെ വാഴ തുറക്കണ രാജു, രാജു, മോനെ രാജു, മോനെ രാജു, രാജു, അയ്യോ, രാജു, 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 ഒന്ന് മാറി തുറക്കൂ. രാജു വാഴ തുറക്ക് രാജു, വാഴ തുറക്ക്. എന്താ രാജു? എനിക്ക് അല്പം സ്വൈരം തരൂ. എന്തുണ്ടായി, എന്തു പറ്റി? ഈ ചോദ്യങ്ങളെ നേരിടാൻ കഴിയാതാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പണ്ട് തമാശക്കാണെങ്കിലും നീ എന്നോട് പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരാൻ? ഞാൻ വന്നു. ഒറ്റയ്ക്കായി പോയിന്ന് മാത്രം. എനിക്കൊരു മുറി തരൂ പ്ലീസ്. രാജു, മനസ്സിന്റെ സമനില വീണ്ടും കിട്ടുന്നവരെ ഞാനിവിടെ കഴിഞ്ഞോട്ടെ. എന്നോടെങ്കിലും പറഞ്ഞുകൂടെ നിനക്ക് എന്തു പറ്റിയെന്ന്? പ്ലീസ്. ഞാൻ പറയാം. എന്താ ഉണ്ടായത്? ഞാനത് അങ്ങോട്ട് ചോദിക്കേണ്ടതാണ്. കരഞ്ഞു തളർന്ന മകളെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാനുള്ള മനസാന്നിധ്യം ഉണ്ടായില്ല, വന്നില്ല. എന്താണ് ഉണ്ടായെന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യും? രമയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, അവൾക്കൊന്നും അറിയില്ലെന്ന്. ജീവിതത്തിൽ ഇത്ര നാളും ഞാൻ കാത്തു സൂക്ഷിച്ച വിശുദ്ധി അത് അവൾ അറിയിക്കുന്നില്ല തോമാച്ച. ഞാൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. മറ്റൊരാളോട് ഇത് എനിക്ക് പറയാൻ വയ്യ.
നിന്നോട് തന്നെ എല്ലാവരുടെ മുന്നിലും ഒരു ജേതാവിനെ പോലെ നടന്നിരുന്ന ഞാൻ തലതാഴ്ത്തി നടക്കേണ്ടി വരിക. അതിലും ഭേദം മരണമാണ്. എമോഷൻ ആകാതെ രാജു, നിനക്ക് ഇപ്പോഴാവശ്യം ഏകാന്തതയാണ്. കാപ്പി. ഇങ്ങനെ ഇരുന്നാലോ? രാജു ടി വിയിലുണ്ടെന്നല്ലേ മാനേജർ വിളിച്ച് പറഞ്ഞത്? ഒന്ന് ചെന്ന് അന്വേഷിക്കൂ. ഞാനും വരാം. രാജു, രാജു, എന്താ ഇത്? കൊച്ചുകുട്ടികളെ പോലെ സംഭവിച്ച എന്തായാലും ശരി, നീ അത് വീട്ടിലേക്ക് വാ. ഇല്ല, എന്നാ പിന്നെ സംഭവിച്ചെന്താണെന്ന് പറയൂ. എനിക്കൊന്നും പറയാനില്ല. രാജു, ഞാൻ വിളിച്ചാലും രാജു വരില്ലല്ലേ? ദൈവം എന്നെ വെറുതെ വിടും. അവന്റെ മനസ്സ് ശരിയല്ല സുമി. നാളുകൾ കൊണ്ട് സ്വസ്ഥത തിരിച്ചു. എങ്കിലാവട്ടെ, നമുക്ക് മറ്റൊന്ന് ചെയ്യാൻ കഴിയും. വാ. എന്റെ വാക്ക് അനുസരിക്കുന്നില്ലെന്നത് പോട്ടെ, സുമിത്ര അവൻ അമ്മയെ പോലെയാണ്. അവൾ ആവുന്നത് പറഞ്ഞിട്ടും അവൻ കൂട്ടാക്കുന്നില്ല. ഇനി എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു രൂപവുമില്ല. കാപ്പി തണുക്കുന്നു. ഞാൻ പോയിട്ട് വരാം. എന്താണ് സംഭവിച്ചെന്ന് എന്ത് എന്നോട് ചോദിക്കുന്നു? മോളല്ലേ വീട്ടിൽ? പോയി ചോദിക്കൂ. ചോദിക്കാഞ്ഞിട്ടല്ല രാജു, അറിയില്ലെന്ന് അവൾ പറയുന്നു. അതേ പറയൂ. ഉള്ളിലെ കാപട്യമൊഴിയിൽ ഒളിക്കാൻ പെണ്ണിനെന്നും ഒരു വാക്ക് മതിയല്ലോ. അറിയില്ല. ദയവായി പോകൂ. ഒരിക്കൽ കൂടി എല്ലാം ആവർത്തിക്കാൻ എനിക്ക് വയ്യ. പ്ലീസ്. അമ്മയില്ലാതെ വളർന്ന നീ ഒരിക്കൽ പോലും കരയുന്നത് കാണാനുള്ള ശക്തി അച്ഛനില്ല. പക്ഷേ മണിക്കൂറുകൾ മാത്രം പഴക്കമുള്ള ഒരു താലിയുടെ അവകാശമേ അവനുള്ളൂ. മറ്റൊന്നും സംഭവിക്കാതിരുന്നത് ഈശ്വരാധീനം. നിന്റെ കഴുത്തിലെ താലിയോട് അവൻ ആദരവ് കാണിച്ചില്ലെങ്കിൽ നിയമത്തിന്റെ കൈകൾ കൊണ്ട് അച്ഛൻ അത് അഴിച്ചു മാറ്റും.
മഹാഭാഷ്യം പ്രസംഗിക്കാൻ നേരത്ത് 1000 നാവായിരുന്നു. എന്നിട്ടിപ്പോഴോ മനസ്സിനൊരു ക്ഷതം തട്ടിയപ്പോഴേക്കും എല്ലാം മറക്കാൻ മദ്യം. നിന്നെക്കുറിച്ചുള്ള എന്റെ കണക്കുകൾ ഇതൊന്നുമായിരുന്നില്ല. ഉപദേശിക്കാനാണ് ഭാവമെങ്കിൽ ദൈവത്തെ ഓർത്ത് അത് മാത്രം വേണ്ട. എനിക്ക് ആവശ്യം ഒരല്പം കരുണയാണ്. അതുണ്ടോ നിന്റെ കയ്യിൽ? നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. ഇനി ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാതെ ഇങ്ങനെ പോയാൽ, കേട്ടിടത്തോളം അറിവ് വെച്ച് രാജുവിന്റെ സ്വഭാവത്തെ മാത്രം നമ്പി നടത്തിയ ഒരു കല്യാണമാണിത്. പക്ഷേ അതിങ്ങനെ ഒരു അബദ്ധമായ ഒന്ന് തീരുമെന്ന് കളിപ്പ് പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അനിയനെ എനിക്കറിയാം. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് കേട്ടിടത്തോളം എന്ന് പറഞ്ഞില്ലേ, അതിന് ഇന്നേ വരെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്നിട്ടാണോ എന്റെ മകള് കണ്ണീരൊഴുകി വീട്ടിൽ കഴിയുന്നത്? അത് അവന്റെ തെറ്റായിരിക്കില്ല. പിന്നെ ആരുടെയാ? രമയുടെയാ? ആരുടെ കുറ്റമാണെന്നറിയില്ല. എങ്ങനെയോ തെറ്റുപറ്റി, എവിടെയോ കണക്കുകൾ പിഴച്ചു. ക്ഷോഭം കൊണ്ട് പറയുകയല്ല മിസ്റ്റർ ശശിധരൻ. ആരുടേതാണെന്ന് അറിഞ്ഞുകൂടാത്തൊരു തെറ്റ്, അതിന്റെ കാരണം കാണാൻ ഇനി കാത്തു നിൽക്കാൻ പറ്റില്ല. നിങ്ങളുടെ അനുജന്റെ മനസ്സ് മാറുന്നത് വരെ കണ്ണീരൊഴുക്കി കാത്തു നിൽക്കാൻ എന്റെ മകളെ കിട്ടില്ല. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് നിയമം ഉപദേശിക്കും. രണ്ടു കൂട്ടർക്കും ഇനി ഏച്ചു കെട്ടുന്നതിലും നല്ലത് പിരിയുകയാണ്. അവനോ ഒന്നും പറയുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് നീയെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ? എനിക്ക് അറിഞ്ഞോട് ചേട്ടാ, സത്യമായിട്ടും. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങൾ തുടങ്ങിയാൽ കഷ്ടപ്പെടുന്നത് ഞങ്ങളാണ്. കണ്ണടച്ച് കണ്ടില്ലെന്ന് നടിക്കാനും വയ്യ. എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ ഒട്ടവസരവുമില്ല. രമയോട് കയർത്തിട്ട് എന്ത് കാര്യം? അവൾക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും തകരുന്നത് രണ്ടുപേരുടെയും ജീവിതമാണ്. അതോർത്താൽ നന്ന്. കരുതിക്കൂട്ടി ആരെയും നോവിക്കാൻ രാജുവിന് കഴിയില്ല. അവന്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. രമ നേരിട്ട് അവനോട് സംസാരിച്ചാൽ എല്ലാം ശരിയാകും. എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞു. വന്ന് അന്വേഷിക്കാതിരുന്നത് മനഃപൂർവ്വമാണ്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒരു അന്വേഷണം, അതൊരു തരം പുണ്ണിൽ കുത്തലാണ്. അത് വേണ്ടെന്ന് കരുതി. എന്തായാലും അൺഫോർച്ചുനേറ്റ് ആയിപ്പോയി കാര്യങ്ങളെല്ലാം. പെൺകുട്ടിയുടെ അച്ഛൻ ഡൈവോഴ്സിന് ഇൻസിസ്റ്റ് ചെയ്യുന്നു. എന്ത് ചെയ്യണമെന്നൊരു രൂപവുമില്ല. നിൽക്കൂ, ധൃതിപ്പെട്ടൊരു തീരുമാനത്തിലേക്ക് എടുത്തിയാളാൻ വരട്ടെ. ഡൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞ വളരെ എളുപ്പമാണ്. പക്ഷെ ചീന്തി മാറ്റുന്നത് മനുഷ്യബന്ധങ്ങളെയാണെന്നുള്ള കാര്യം വാശിപ്പുറത്ത് നമ്മളൊക്കെ മറക്കും. രാമൻകുട്ടി മേനോന്റെ കുടുംബത്തോട് എനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഏതായാലും ഞാൻ രാജുവിനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. കേട്ടോ ശശി, ഇന്ന് എന്റെ ധർമ്മതാരങ്ങളെ കണ്ടാൽ ഒരു 10 വയസ്സ് കുറവേ തോന്നും, അല്ലേ? മകൻ ബോംബെയിൽ നിന്ന് നാളെ വരുന്നുണ്ട്. അതറിഞ്ഞ എന്റെ സന്തോഷമാണ് അവൾക്ക്. അത് പിന്നെ അങ്ങനെയല്ലേ പറ്റൂ. ഓ, ഈ പറയുന്ന ആൾക്ക് സന്തോഷമില്ലാത്ത പോലെ. ഉണ്ടേ ഉണ്ടേ. ശശിധരൻ സമാധാനപ്പെടും. ശ്രമിച്ചാൽ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാനുണ്ട് കൂടെ. രാജു ചെറുപ്പമാണ്. നന്നായി ആലോചിക്കൂ. ബന്ധങ്ങൾ വേർപ്പെടുത്താൻ വളരെ എളുപ്പമാണ്, വീണ്ടെടുക്കാൻ പ്രയാസവും. നോക്ക് സാർ, ഒരു ഭാര്യ എന്ന നിലയിൽ രമയെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഒരിക്കലും. ബന്ധം വേർപെടുത്തണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മുമ്പേ ഞാൻ തയ്യാറാണ്. മറ്റൊന്നും എനിക്ക് പറയാനില്ല, കേൾക്കാനും. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? പിന്നല്ലാതെ. കൃഷ്ണകുമാറിന്റെ അടുത്ത് അറുത്തു മുറിച്ചല്ലേ അവൻ പറഞ്ഞത്. എന്നാലും വേറെ നിവൃത്തിയില്ല സുമി. പാവന്റെ അമ്മ ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ. നമ്മുടെ രാജുവിന്റെ തലയെഴുത്ത് ചിലപ്പോൾ അതായിരിക്കും.
മോളെ, സംഭവിക്കരുതാത്താണ് സംഭവിച്ചത്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ വേണ്ട മോളെ. നമുക്കിതിവിടെ വെച്ച് അവസാനിപ്പിക്കാം. അച്ഛന്റെ ഇഷ്ടം പോലെ തീരുമാനിച്ചോളൂ. പക്ഷേ എന്താ മോളെ? അതിനു മുൻപ് എനിക്കൊരു അവസരം വേണം. തെറ്റിദ്ധാരണകളായിരുന്നെങ്കിൽ അത് മാറ്റാൻ, എന്നെ ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ എന്തിനിങ്ങനെ ശിക്ഷിക്കുന്നെന്ന് ചോദിക്കാൻ. മോളുടെ ഇഷ്ടം. മോളെ, മോള് പോയിട്ട് വാ. അച്ഛൻ വേണ്ട, അച്ഛനെ ഇവിടെ ഇരിക്കാം. നീ എന്തിനാ വന്നു? ഒന്ന് കാണാൻ വന്നതാ. എനിക്ക് ആരെയും കാണണ്ട. എനിക്ക് കാണണം രാജേട്ടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊരു നിമിഷം തരൂ. ഒരു നിമിഷമല്ല, ഒരു പുരുഷായുസ് മുഴുവൻ നിനക്ക് വേണ്ടി ഞാൻ കാത്തു സൂക്ഷിച്ചതാണ്. പക്ഷേ ഇനി എനിക്ക് വയ്യ. രാജേട്ടാ, മോളെ, മോളെ, എന്തോ നടാ ഇത്? നിന്റെ ദുഷാട്ടി നിന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചെന്ന് ഇനിയും നീ മനസ്സിലാക്കാത്തതാണ് കഷ്ടം. നീ ഇപ്പൊ സംസാരിക്കുന്ന TV മാനേജായിട്ടോ എന്റെ ഫ്രണ്ട് തോമസ് ആയിട്ടോ? രാജു, നീ കുടിച്ചു കുടിച്ച് മനുഷ്യനല്ലാതായിരിക്കുകയാണ്. അതേപോലെ നിങ്ങളുടെ മുമ്പ് ഞാൻ മനുഷ്യനല്ല. എനിക്കൊട്ട് മനുഷ്യനാകാൻ വേണ്ട. രാജു, ബാലു വല്ലാതെ ക്ഷീണിച്ചു പോയി ഇല്ലേ ദിലീപേ? പിന്നെ പറയാനുണ്ടോ? പോളവിടുന്ന് ഇവിടുന്ന് പോയതിലും 5 കിലോ കൂടി. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞാൻ കാപ്പിടട്ടെ. പിന്നെ എങ്ങനെയുണ്ടടാ ജീവിതമൊക്കെ? ഓ, ഞാനും എന്റെ കൊച്ചു സ്റ്റുഡിയോയും കൂടെ ഒതുങ്ങി കഴിയുന്നു. നീ വന്നു എന്നറിഞ്ഞപ്പോ സ്റ്റുഡിയോയ്ക്ക് അവധി കൊടുത്തു. നമ്മുടെ പഴയ ഫ്രണ്ട്സിനെ എല്ലാവരും കാണാറുണ്ടോ? വാസുവിനെ ഇടയ്ക്കൊക്കെ കാണാറുണ്ട്. അന്നമ്മയുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ രാജനും ബാബുവും ഇടയ്ക്ക് സ്റ്റുഡിയോയിൽ വരും. ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തു. നമ്മുടെ പഴയ കക്ഷിയില്ലേ, ആര്? ആ ഭൂലോക സുന്ദരി അഹങ്കാരി പെണ്ണ് രമ. അവളെ, പക്ഷെ ഞാൻ കാര്യം പറയാം, നീ ചെലവ് ചെയ്യണം. നീ കാര്യം പറയടാ, വാ. രമയുടെ അച്ഛനല്ലേ? അതെ. എന്റെ പേര് ബാലു. അഡ്വക്കേറ്റ് കൃഷ്ണകുമാറിന്റെ മകനാണ്. ഓഹോ. രമ എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓ. എനിക്ക് രമയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. രമേ, പ്ലീസ്. ഞാൻ രമയെ കാണാനും സംസാരിക്കാനാണ് വന്നത്. രമയ്ക്ക് എന്നോട് വെറുപ്പുണ്ടാകുമെന്ന് എനിക്കറിയാം. ബിലീവ് മീ, ഞാൻ ഇന്നാണ് ബോംബെയിൽ നിന്ന് എത്തിയത്. ഇപ്പോഴാണ് വിവരങ്ങൾ അറിഞ്ഞത്. അറിഞ്ഞ ഉടനെ ഞാൻ ഓടി വരികയായിരുന്നു തെറ്റ് തിരുത്താൻ, രമയോട് മാപ്പ് ചോദിക്കാൻ. സാറും കൂടി കേൾക്കണം. ഭവിഷ്യത്തുകളുടെ ക്രൂരതയെക്കുറിച്ച് ഓർക്കാതെ പണ്ട് രമയൊരു തെറ്റ് ചെയ്തു, തെറ്റാണെന്ന് പോലും അറിയാതെ. ഇന്നിപ്പോ അതുപോലൊരു തെറ്റ് എനിക്ക് വേണ്ടി എന്റെ കൂട്ടുകാരൻ ദിലീപ് ചെയ്തു. അതിനിങ്ങനൊരു ദുരന്തം ഫലമായി തീരുമെന്ന് അവൻ ഊഹിച്ചു കാണില്ല. എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ കുട്ടി. ഞാൻ പറയാം സാർ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിരുന്ന കാലം ഞാൻ ഹോസ്റ്റലിലായിരുന്നു.
എന്താണ് ഇത്ര ലേറ്റ്? ഓ, നിന്റെ വർത്തമാനം കേട്ടതൊന്നും ഞാൻ നിന്റെ ഡ്രൈവറാണെന്ന്. ഒന്ന് കേറടി പെണ്ണെ. സോറി രമേ, അല്പം ലേറ്റായി. നാളെ മുതൽ ഇങ്ങനെ ലേറ്റായാലേ നടന്നു വന്നാ മതി. രാജി, എന്താ ഇത്ര പേടി? ഇപ്പൊ തന്നെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുകൂടി കണ്ടു കഴിഞ്ഞാൽ വേണ്ട ബാലു, ഞാൻ പോട്ടെ. ഇത്ര പെട്ടെന്ന് ഇത് ഫ്ലാഷ് ആക്കി തരാൻ എനിക്കറിയാം. രാജി പറ്റും. കുട്ടിച്ചാത്തനെ ഇതിന്റെ പുറകെ കെട്ടിക്കോ, ഞാൻ വലിച്ചോണ്ട് പൊയ്ക്കോളാം. വലിച്ചു വരുമ്പോ ക്ഷീണിച്ചാലോ? മോളെ പോയാട്ടെ, കയറി വേണ. സാറെന്താണോ നോക്കുന്നത്? എന്നോടാണോ? അതെ. അയ്യോ, തന്റെ സൗന്ദര്യം കണ്ടിട്ട്. ദേ, ഈ വെള്ളത്തിലൊന്നും എന്റെ അടുത്ത് വേണ്ട കേട്ടോ. ആ, ഇന്ന് ഇഷ്ടപ്രാണേശ്വരി കണ്ടില്ലായിരിക്കും, അതാ ഈ കോപം. ബൈ ബൈ. എടേ ബാലു, ഒതുക്കുന്നെങ്കിൽ കഴിഞ്ഞാണില്ലാത്ത കുതിരയെ വേണം ഒതുക്കാൻ. കണ്ടില്ലേ കയറും പൊടിച്ചുള്ള പോക്ക്? ഇപ്പൊ പൊയ്ക്കോട്ടെ, എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവളെ ഒതുക്കും. എന്തിന്? അവളാണ് എന്റെ പ്രേമം പാട്ടാക്കിയത്. അതുകൊണ്ട് രാജിക്ക് എന്നോട് സംസാരിക്കും കൂടെ പേടിയാണ്. അതെന്തോ, എനിക്ക് രമയെ ഇഷ്ടമാണ്. ഞാൻ ആർക്കെങ്കിലും ലവ് ലെറ്റർ കൊടുക്കുന്നെങ്കിൽ അത് രമയ്ക്കായിരിക്കും. അങ്ങോട്ട് ചെല്ല്, കയ്യോടെ കിട്ടും. ഞാൻ ലവ് ലെറ്റർ കൊടുക്കുകയും ചെയ്യും, വാങ്ങിക്കുകയും ചെയ്യും. ഭാഷ വരയ്ക്കലില്ല, അക്ഷരത്തെറ്റ് ധാരാളം. സാരമില്ല, എഴുതി പഠിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതയക്കുന്നത് എനിക്ക് വേണ്ട. വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ, അവർക്കാർക്കെങ്കിലും കൊടുത്താൽ മതി. ഹായ് രമേ. ലവ് ആയിരിക്കും അല്ലേ? ഓ, അത് തന്നെയാണ് സംഭവം. ഒരു സംശയവും വേണ്ട. നാണമല്ലല്ലോ ഇത്ര പരസ്യമായിട്ട്. അയ്യോ, നാണിക്കാതിരിക്കാനല്ലേ നല്ല ഒന്നാം തരം ഡ്രസ് ഇട്ടിരിക്കുന്നു രണ്ടുപേരും. ഒന്ന് മാറി എന്നാ കൊള്ളാം, അല്പം സംസാരിക്കാനുണ്ട്. ബെല്ലി പഠിക്കും. പോട്ടെ പോട്ടെ, നോക്കിക്കോ, ഐ വിൽ ടീച്ച് യു ലെസൺ. വേണ്ട വെച്ചേ, പാഠം പഠിപ്പിക്കാൻ ശമ്പളം വാങ്ങുന്ന സാറന്മാരുണ്ട് ഇവിടെ. താൻ തന്നെ പാട്ട് വയ്ക്കാം. ഭയങ്കര പവറാണ് ആ കുട്ടിക്ക്. നമ്മുടെ എത്ര കണ്ണുകടി, ഒരു തരം കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു. കിട്ടാക്കൊതി. എന്നെയോ? ദൈവമേ, ഞാനില്ല. ആ ബാലുവിന്റെ അഹങ്കാരം ഞാൻ നിർത്തി കാണിച്ചു തരാം. പോട്ടടി, പാവം പ്രേമിച്ചോട്ടെ. രമിക്കെന്താണാവോ ബാലുവിനോട് രാജയോടും ഇത്ര അസൂയ? എനിക്കാരോടും ഒരു അസൂയയില്ല. ഞാനിന്ന് കളിയാക്കാൻ ചെന്നതിന് അവൻ എന്നെ ഊർച്ചയാക്കിയില്ലേ? എനിക്കറിയാം എങ്ങനെ പകരം വീട്ടേണ്ടെന്ന്. ബാലു മാക്കിലേത്? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലാ. എനിക്കറിയില്ല സാർ, ഇവർ രണ്ടുപേരും തമ്മിൽ പ്രേമമാണെന്ന് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലയിടത്തുനിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബോർഡിൽ എഴുതിയ ആരാണെന്ന് എനിക്കറിയില്ല. ബാലു ഞാനാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുക. കൈയക്ഷരം മാറ്റി എഴുതിയാൽ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ? ബാലു, കീപ് ക്വയറ്റ്. രമ പറയട്ടെ. ബി രാജശ്രീ. രാജശ്രീയെ പ്രിൻസിപ്പൽ വിളിക്കുന്നു.
ഇനി ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ അന്ന് ഞാൻ കോളേജിൽ നിന്ന് പറഞ്ഞയക്കും. വെക്കണോ? വെക്കണോ? വീട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് പറഞ്ഞയക്കുന്നത് പ്രേമിക്കാനാണല്ലേ? 10,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണിത്. അതിനൊരു ചീത്തപ്പേര് വരാൻ നോക്കേണ്ടത് എന്റെ കടമയാണ്. ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടും കുട്ടി കേട്ടില്ല. അതുകൊണ്ട് ഫാദറും കൂടി വിവരം അറിഞ്ഞിട്ട് ക്ലാസ്സിൽ കയറിയാ മതി. രാജി, രാജി, രാപ്പകലില്ലാതെ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന് എനിക്കിത് കിട്ടണം. പ്രിൻസിപ്പാളിന്റെ ഓരോ വാക്ക് കേൾക്കുമ്പോ ഞാൻ പറയുന്നത് കേക്കച്ച, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കോളേജിൽ പോക്ക് ഞാനിന്ന് അവസാനിപ്പിക്കും. തലല്ലേ അച്ഛാ, അയ്യോ തലല്ലേ. പണത്തിന്റെ അഹങ്കാരം കൊണ്ട് എന്തും കാണിക്കാന്ന് വെച്ചാൽ ഞാൻ എന്താ കാണിച്ചതാ താൻ പറയുന്നത്? നീ ഒരുത്തി കാരണമാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രായശ്രീ, രായശ്രീ അവൾ പുഴയിൽ ചാടി മരിച്ചതാ കേൾക്കുന്നേ. അയ്യോ രമേ, എന്ത് പറ്റി രമേ? എന്താ രമേ? രമേ കണ്ണു രമേ, രമേ. അതെ അതെ, പാർലയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാറിന്റെ പെയിന്റോ? ബ്രൗൺ പെയിന്റ് അടിക്കാം, എന്റെ ഇഷ്ടം പോലെ ചെയ്തുകൂടെയത്. ഓ അതെ അതെ, തീർച്ചയായിട്ടും. കോളേജിൽ നിന്ന് ഞാൻ പുറത്തായി. അതോടെ മനസ്സിലെ വലിയൊരു സ്വപ്നം കത്തിച്ചാമ്പലായി. പാവം, ഒന്നും അറിയാത്തൊരു പെൺകുട്ടി ബലിയാടായി. ആ ദുരന്തം എന്നെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ബോംബെക്ക് പോകുന്നതിന്റെ തലേന്ന് ആകസ്മികമായി രമയെ കണ്ടപ്പോൾ എല്ലാം ക്ഷമിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞത്. ബാലുവിനെ കണ്ടത് നന്നായി. കാണാനും കണ്ട് ക്ഷമ പറയാനും കഴിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ബാലു പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. ഇങ്ങനെയൊന്നും സംഭവിച്ചെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ. എനിക്കറിയാം രമേ. രമയെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? എല്ലാം വിധിയായിട്ട് ഞാൻ കാണുന്നുള്ളൂ. വിധി എന്നോട് വളരെ ക്രൂരമായി പെരുമാറിയെന്ന് മാത്രം. ഞാൻ ക്ഷമിച്ചു, എല്ലാം മറക്കാൻ ശ്രമിച്ചു. പക്ഷേ ദിലീപിന് ക്ഷമിക്കാനും മറക്കാനും കഴിഞ്ഞില്ല. ഞാൻ ബോംബെയിൽ ചെന്നതിന് ശേഷം രമയുടെ കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ദിലീപ് ഒരു തെറ്റ് ചെയ്തു.
ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി മോൾ എത്രമാത്രം വേദനിച്ചു. അച്ഛനോടെങ്കിലും തുറന്നു പറയാമായിരുന്നില്ലേ? ഞാൻ അറിയാതെ ഉണ്ടായ സംഭവം പെട്ടെന്ന് അത് ന്യായീകരിക്കുവാൻ നിന്നാൽ ഒരു പക്ഷേ അച്ഛൻ പോലും എന്നെ വിശ്വസിക്കില്ലെന്ന് കരുതി. രമയെ രാജുവിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞാൻ വന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിലും എന്നെ പ്രതി ഉണ്ടായ തെറ്റിദ്ധാരണ ഞാൻ തന്നെ തീർക്കും. രാജുവിനോട് ഞാൻ എല്ലാം തുറന്നു പറയാം. വരൂ രമേ. ഇല്ല ബാലു, ഞാൻ വരില്ല. മോളെ, ഒരിക്കലും അഴിച്ചു നിവർത്താൻ കഴിയില്ലെന്ന് കരുതിയ കുരുക്ക് ദൈവം തന്നെ നിവർത്തി തരുമ്പോൾ എതിര് നിൽക്കരുത് മോളെ. ഇല്ല അച്ഛാ, ഞാൻ എവിടേക്കും ഇല്ല. രമേ, ഇന്ന് തെറ്റിദ്ധാരണ മാറ്റാനും സാക്ഷ്യം പറയാനും ബാലുണ്ട്. നാളെ വീണ്ടും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായാൽ ഇല്ലച്ചാ, വിശ്വസിക്കാൻ മടിക്കുന്ന മനസ്സിന് എന്ന് സാക്ഷ്യങ്ങൾ വേണ്ടിവരും. ഞാനില്ല. നിന്നേക്കാൾ കൂടുതൽ ജീവിതം കണ്ടവനാണ് ഞാൻ. രമേ, നീ കാണിക്കുന്നത് പിടിവാശിയാണ്. ആയിരിക്കാം. തകരുന്നത് രമയുടെയും കൂടി ജീവിതമാണ്. അതെന്നേ തകർന്നു കഴിഞ്ഞു. ആ തകർച്ച തിരുത്താനാണ് ഞാൻ വന്നത്. വേണ്ട ബാലു, എന്ന് അദ്ദേഹം എന്നെ മനസ്സിലാക്കുന്നു അന്ന് എന്നെ സ്വീകരിച്ചാൽ മതി. സാർ, രമ വികാരം കൊണ്ട് വെളിച്ചം കാണാതെ സംസാരിക്കുകയാണ്. മോളെ, എന്നെ നിർബന്ധിക്കരുത് ബാലു. രമ വന്നില്ലെങ്കിലും ഞാൻ പോകും. രാജുവിന്റെ അടുത്ത് ഞാൻ പറയാനുള്ള എല്ലാം പറയും. ആരെയും ബോധിപ്പിക്കാനല്ല, എന്റെ മനസ്സമാധാനത്തിന്.